നമുക്കിന്നൊരു ബ്രെഡ് പക്കോട ഉണ്ടാക്കിയാൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു ആരോ ഫോർവേഡ് ചെയ്ത് തന്നതാണ്. അന്ന് മുതൽ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് നടക്കാതെ പോയൊരു റെസിപ്പിയാണ്. ഇന്നിപ്പോൾ നല്ല മഴയായിരുന്നു ഇവിടെ. അങ്ങനെ മഴയത്ത് എന്ത് കഴിക്കുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ബ്രെഡ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ബ്രെഡ് പക്കോട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അതിനായി ഞാൻ ഒരു കവർ ബ്രെഡിൽ നിന്ന് ഒരു 10-12 ബ്രെഡ് എടുത്തിട്ടുണ്ടായിരുന്നു. സൈഡ് ഞാൻ കളഞ്ഞിട്ടാണ് ആദ്യം എടുത്തത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും നമ്മളിത് കൈ കൊണ്ട് പിച്ച് ബൗളിലേക്ക് ഇടേണ്ട ആവശ്യമുള്ളൂ. അതിനുശേഷം ഞാൻ 2 സവാള എടുത്തിട്ടുണ്ടായിരുന്നു. 2 സവാള നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2-3 പച്ചമുളക്, പിന്നെ ഒരു പിടി മല്ലിയില ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. കൂടെ ഉപ്പും ഗരം മസാലയും മുളക് പൊടി ഇട്ടിട്ടുണ്ട്. എനിക്ക് മുളക് പൊടി ലേശം കൂടുതലായിരുന്നു. മുളക് പൊടി നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. കാരണം ബാക്കി ഇൻഗ്രീഡിയൻസിനെല്ലാം എരിവുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഉള്ളതുകൊണ്ട് മുളക് പൊടി വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. കൂട്ടത്തിൽ ഞാൻ ഇച്ചിരി കായം കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് നമ്മളൊരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് അത് തിളച്ച് വരുമ്പോൾ ഇത് ചെറിയ ബോൾസാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു 5 മിനിറ്റ് സിമ്മിലിട്ട് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഗോൾഡൻ ബ്രൗൺ കളറായി വരും. ആ സമയത്തേക്ക് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇതൊരു 2-3 ബാച്ചായിട്ട് ഞാനിത് ഫുൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഗോൾഡൻ ബ്രൗൺ ആയി എടുക്കുമ്പം തന്നെ മറിച്ച് തിരിച്ചിട്ട് നമ്മൾ എടുത്ത് വയ്ക്കുമ്പോൾ അത് നല്ല ബ്രൗൺ കളറായി വരും. എന്നിട്ട് അത് നമ്മൾ ടൊമാറ്റോ സോസും കൂട്ടിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.